ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എന്തായാലും ഒരുത്തിയുടെ വിക്കറ്റ് നല്ല ഈസി ആയിട്ട് അങ്ങ് അടിച്ചുപോയി. ഇനി അടുത്തത് നിന്റെ വയറ്റിൽ കിടക്കുന്ന ഈ വിക്കറ്റ്, അതും ഇങ്ങനെ തന്നെ തെറിച്ചു പോവും. ഇപ്പൊ ഒരു അർച്ചനയുടെ കുറ്റപ്പെടുത്തലിലൂടെ അവന്തികേട്ടത്തി മറ്റെന്തോ ലക്ഷ്യം വെക്കുന്നുണ്ട്. അവരുടെ ലക്ഷ്യം എന്തോ ആയിക്കോട്ടെ, പക്ഷെ പറഞ്ഞു കേൾക്കുന്നവർക്ക് അതിലൊരു സംശയം തോന്നില്ലേ? എവിടെയോ എന്തോ സത്യം ഉണ്ടെന്ന് തോന്നില്ലേ? അങ്ങനെയൊന്നും കുത്തിക്കുഴിഞ്ഞ് നീ ചിന്തിക്കണ്ട. ദേ, ഒരു കാര്യം നീ ഓർക്കണം. അർച്ചനയുടെ സ്ഥാനത്ത് നീ ആയിരുന്നാലും അവന്തികേട്ടത്തി ഇങ്ങനെ മാത്രമേ സംസാരിക്കൂ. നമ്മളിപ്പോ അർച്ചനയുടെ ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഒപ്പം സ്നേഹയുടെ കൂടെ നിൽക്കുകയും വേണം. മറ്റൊന്നും താനിപ്പോ ചിന്തിക്കണ്ട, മനസ്സിലായോ? ധനുഷ്, നമ്മുടെ കുഞ്ഞ്, നമ്മൾ സ്വപ്നം കണ്ടതെല്ലാം പോയല്ലോ. സാരമില്ല, കരയാതെ. ദൈവം നമുക്ക് ആ കുഞ്ഞിനെ തന്നില്ലെന്ന് കരുതിയാ മതി. ധനുഷ്, ധനുഷ്, ഇനി അവന്തികേട്ടത്തി പറഞ്ഞത് ശരിയായിരിക്കോ? എന്ത്? നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് അർച്ചനടുത്തേക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ ദോഷം കൊണ്ടാണെന്ന്? ഒരിക്കലുമല്ല. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അവന്തികേടത്തി അവരുടെ സങ്കടം കൊണ്ട് അങ്ങനെ പറയുന്നതായിരിക്കും. ഈ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ല, അങ്ങനെ കരുതിയാ മതി. മോളെ, നമ്മളെല്ലാം ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഈ കുഞ്ഞിനെ. ഈശ്വരന്റെ വിധി മറ്റൊന്നായിരുന്നു. ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കണം. മോള് കരയണ്ട. ഒരുപാട് പേർക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ആദ്യം അത് അംഗീകരിക്കാൻ മനസ്സിനൊരു വിഷമം തോന്നും. ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം നമുക്ക് നഷ്ടപ്പെട്ടത് തന്നെയാ. പക്ഷെ സഹിച്ചേ പറ്റൂ. ചിലപ്പോ ഇതിനേക്കാൾ നല്ലൊരു കുഞ്ഞിനെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയായിരിക്കും ദൈവം ഈ കുഞ്ഞിനെ തിരിച്ചെടുത്തത്. അങ്ങനെ വിചാരിച്ചാ മതി. അവന്തിക പറഞ്ഞൊന്നും മോള് കാര്യമാക്കണ്ട. നിങ്ങളുടെ ജീവിതം ഇനിയും ബാക്കി കിടക്കുന്നേ ഉള്ളൂ. എല്ലാം ശരിയാവും. മനസ്സിന്റെ ധൈര്യം കളയരുത്. മോൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു കുഞ്ഞിനെ ഈശ്വരൻ മോൾക്ക് തീർച്ചയായിട്ടും തരും. ആ, നീയോ? നീ ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഈ വീട്ടിലുള്ളവര് മുഴുവനും ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോ
നിങ്ങൾക്ക് മാത്രം എങ്ങനെയാ ഇങ്ങനെ സന്തോഷിക്കാൻ കഴിയുന്നേ? അതെനിക്ക് നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ സന്തോഷിക്കുന്നത് എന്റെ മുറിക്കുള്ളിലാ. അതെന്റെ സ്വാതന്ത്ര്യം. ഇനി അതുമ്മ കയറി നീ ചൊറിയാൻ നിക്കണ്ട. അല്ല, നിനക്കിപ്പോ എന്താ വേണ്ടേ? നിന്നോട് ആരും പറഞ്ഞിപ്പോ ഇങ്ങോട്ട് കയറി വരാൻ? നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നീ ദുഃഖിക്കോ കരയോ എന്ത് വേണോ ചെയ്തോ. പക്ഷെ എനിക്കിത് സന്തോഷ. ഞാനത് ആഘോഷിക്കുകയും ചെയ്യും. അത് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിലേ നീ കൊണ്ടേ കേസ് കൊടുക്ക്. നിങ്ങളൊരു സ്ത്രീയാണോ? അല്ല, ഞാനൊരു രാക്ഷസി തന്നെയാ. എന്നെ ചതിക്കുന്നവരോടും പിന്നിൽ നിന്ന് കുത്തുന്നവരോടും ആ സ്വഭാവം മാത്രം ഞാൻ കാണിക്കൂ. അല്ല, നിന്നെ പോലെ നന്മവരായിട്ട് ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ നിന്റെ വയറ്റി കുരുത്തതിന്റെ ജാതക ഗുണം. അത് നിന്റെ വയറ്റി വന്ന് കുരുത്തപ്പോ തന്നെ വേറൊരുത്തിയുടെ വയറ്റി കിടന്നത് ഇല്ലാതായി. ഇനി ഈ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയാം? ഈ വീട്ടിൽ നടക്കുന്നതിന്റെ എല്ലാ ഉത്തരവാദിത്വവും എന്റെ കുഞ്ഞിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. പിന്നെ ആരുടെ തലയിൽ കെട്ടിവെക്കണം? ഞാനത് നിന്റെ കുഞ്ഞിന്റെ തലയിൽ തന്നെ കെട്ടിവെക്കും. നിങ്ങൾ സന്തോഷിക്കേ, നല്ലതുപോലെ സന്തോഷിക്കേ. പക്ഷേ ഇതെല്ലാം തകർന്നടിയുന്നൊരു ദിവസം വരും, നോക്കിക്കോ. എന്തായാലും ഒരുത്തിയുടെ വിക്കറ്റ് നല്ല ഈസി ആയിട്ട് അങ്ങ് അടിച്ചുപോയി. ഇനി അടുത്തത് നിന്റെ വയറ്റി കിടക്കുന്ന ഈ വിക്കറ്റ്. അതും ഇങ്ങനെ തന്നെ തെറിച്ചു പോവും. ഇതിനുള്ള മറുപടി പറയാൻ എന്റെ കയ്യിന് അറിയാഞ്ഞിട്ടല്ല. ഓരോ തവണയും നിങ്ങൾ ഇതുപോലെ പറഞ്ഞും ചെയ്തും വെക്കുമ്പോ തല്ലി തല്ലി എന്റെ കൈക്ക് തന്നെ ഇപ്പൊ നാണക്കേട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്കൊരു മാറ്റം വരുന്നില്ലല്ലോ. ഞാനിവിടെ ഇല്ലാതിരുന്ന കുറച്ച് സമയം കൊണ്ട് നിങ്ങൾ ഈ വീടിനെ ആകെ ഇളക്കി മറിച്ചു. സ്നേഹയുടെ വയറ്റിലെ കുഞ്ഞില്ലാതായതിനു പിന്നിൽ നിങ്ങളാണോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. എന്നിട്ടത് നിങ്ങൾ എന്റെ കുഞ്ഞിന്റെ ജാതകദോഷമായിട്ട് വെച്ച് കെട്ടാൻ നോക്കുന്നു. എന്റെ വയറ്റിലൊരു കുഞ്ഞു കുരുത്തു പോയതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്നോടുള്ള പകയും വിദ്വേഷവും നല്ല ഭംഗിയായിട്ടങ്ങ് തീർത്തു അല്ലേ? സ്നേഹയുടെ കുഞ്ഞില്ലാതായി പോയത് എന്റെ ഉള്ളിലെ ഈ കുഞ്ഞുണ്ടായതുകൊണ്ടല്ലാന്ന് നിങ്ങക്ക് നന്നായിട്ട് അറിയാം. ഇപ്പൊ എനിക്കത് നന്നായിട്ട് ഉറപ്പായി. ആ കുഞ്ഞില്ലാതായതിന് പിന്നിൽ നിങ്ങൾ തന്നെയാ. ആണോ? എന്നാ നീ പോയി തെളിയിക്ക്. എന്നിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ പിടിച്ചു നിർത്തി വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കും. എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ വിധിച്ചിരിക്കും. സ്നേഹയുടെ പ്രഗ്നൻസി അലസി പോയതിന് പിന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടെന്ന് തെളിഞ്ഞ അതോടെ നിങ്ങളുടെ എല്ലാ കളികളും ഞാൻ നിർത്തും. ഈ വീട്ടിൽ നിന്ന് അച്ഛൻ തന്നെ നിങ്ങളെ ഇറക്കി വിടും. അതെ, അത് നിന്റെ സ്വപ്നം മാത്ര. ഞാൻ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്താലും ഇനി എന്നെ ഒരാളും ഇവിടുന്ന് ഇറക്കി വിടാൻ പോകുന്നില്ല. അതിനെ ഇവിടെ ആർക്കും കഴിയേയില്ല.